വീണ്ടും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ കഥാപാത്രങ്ങളായി പുതിയ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എക്കാലവും ഇതിലെ പ്രതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷമായിട്ടുള്ള പരിഗണനയും പ്രത്യേകമായിട്ടുള്ള പരിചരണങ്ങളുമൊക്കെ പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിലെ മുഖ്യ പ്രതികളായിട്ടുള്ള കൊടി സുനിയൊക്കെ ഇപ്പോൾ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നതായ വാർത്ത, ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട്, ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ആവർത്തിച്ച് പരോൾ കൊടുത്ത് അവരെ എങ്ങനെ പുറത്തിറക്കാം എന്ന വളരെ ഗൗരവമായ ആലോചനയാണ്. വളരെ വിചിത്രം എന്ന് പറയട്ടെ, കേരളത്തിന്റെ ജയിൽ മേധാവി എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടന്മാർക്കും പൊടുന്നനവേ ഒരു കത്തയച്ചിരിക്കുകയാണ്. കത്തിന്റെ ഉള്ളടക്കം, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പുറത്തുവിട്ടാൽ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ആദിബുദ്ധിയോടുകൂടെ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ സെൻട്രൽ ജയിൽ സൂപ്രണ്ടന്മാർക്ക് കത്തയച്ചിരിക്കുന്നത്. അതിനകത്ത് പരോൾ എന്നൊരു പദമില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ പൊതുസമൂഹം ആകെ ആശങ്കയാണ്. എന്നേക്കുമായി ഈ പ്രതികളെ പുറത്തേക്ക് അയക്കുകയാണോ, അതോ ദീർഘകാല അവധി കൊടുത്ത് പുറത്തേക്ക് അയക്കുകയാണോ, അതോ താൽക്കാലികമായ അവധി കൊടുക്കുകയാണോ, അതോ പ്രതികളിൽ ചിലരെ പ്രത്യേകമായ രീതിയിൽ പരിഗണിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹം ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിനകത്തെ ഒരു തൊടുന്യായം പറയുന്നത്, ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ തന്നെ മറ്റൊരു കൊലക്കേസിൽ പ്രതികളാണ്. മാഹി ഇരട്ട കൊലക്കേസിലെ ഒരു സുപ്രധാന പ്രതിയാണ് കൊടി സുനി എന്ന് പറയുന്നതായിട്ടുള്ള ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെയും കഥാപാത്രം. ഈ കൊടി സുനിയെ മാഹി ഇരട്ട കൊലപാതക കേസിന് കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയ പോലീസ് സഖാക്കൾ കാവൽ നിന്നുകൊണ്ട് ഒരു ഹോട്ടലിൽ കയറി മദ്യസൽക്കാരം ഒക്കെ കൊടി സുനിയും തന്റെ സുഹൃത്തുക്കളും നടത്തിയതൊക്കെ അപമാനകരമാം വിധം പുറത്തു വന്നതാണ്. എന്നിട്ടും യാതൊരു കൂസലോ ഉളുപ്പോ ഇല്ലാതെയാണ് ഇപ്പോൾ ഈ ജയിൽ മേധാവിയെ കൊണ്ട് തീർച്ചയായും ആഭ്യന്തര വകുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെ ഇങ്ങനെ ഒരു അന്വേഷണത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇത് അത്യന്തം ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉയർത്തിവിടുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്രയും പ്രമാദമായ ഒരു വധക്കേസിലെ പ്രതികളെ ഈ തരത്തിൽ സംരക്ഷിക്കുവാൻ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്ത് സന്ദേശം ഈ സമൂഹത്തിന് കൊടുക്കാനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. രാഷ്ട്രീയ തടവുകാരായി ഇവരെ ആരും പരിഗണിക്കുന്നില്ല. കൊലക്കേസ് പ്രതികളാണ്, ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരാണ്. മാത്രവുമല്ല, ഈ പ്രതികളുടെ വിധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, 20 വർഷക്കാലത്തേക്ക് ഈ പ്രതികളെ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ പാടില്ല. അപ്പോൾ നോക്കണം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ട് ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയിലെ ഉത്തരവാദപ്പെട്ടതായ ഏറ്റവും പ്രധാനി എന്ന് കരുതുകയും പോലീസ് വകുപ്പിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ മുതിരുമ്പോൾ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്ത് പ്രസക്തി എന്ന് സാധാരണ ബുദ്ധിയുള്ളവർ ഭയപ്പെട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലാണോ ഒരു ഭരണം നടത്തേണ്ടത് എന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്.
കൊലക്കേസിലെ പ്രതികൾക്ക് പ്രത്യേക പരിഗണന നൽകി പുറത്തയക്കുമ്പോൾ ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്കായി ധാരാളം നടപടികൾ എടുക്കുന്നു. ഇവിടുത്തെ ക്രിമിനൽ നിരക്കുകളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. കേരളം അതിലെല്ലാം ഒന്നാം സ്ഥാനത്ത് നിന്ന് വീമ്പിളക്കുമ്പോൾ കൊലക്കേസ് പ്രതികളെ രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പേരിൽ സമൂഹത്തിലേക്ക് തുറന്നുവിടുന്നത് അത്യന്തം ഹീനമായ നീചമായ ഒരു നടപടിയാണ് എന്ന് പറഞ്ഞാൽ അതിലാരെയും കുറ്റപ്പെടുത്താനായി സാധ്യമല്ല. എങ്ങനെ തോന്നുന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് കൊലക്കേസ് പ്രതികളെ ഇതുപോലെ സംരക്ഷിച്ച് സമൂഹത്തിലേക്ക് ഇറക്കിവിടാൻ? കോടതിയെ പോലും ധിക്കരിക്കാൻ ആരാണ് ഈ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ അധികാരം കൊടുത്തിരിക്കുന്നത്? സാധാരണക്കാരന് നീതി ലഭിക്കാനുള്ള അഭയസ്ഥാനമായ കോടതികളുടെ വിധികളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് കൊലക്കേസ് പ്രതികളെ തുറന്നു വിടുന്നത് തീർച്ചയായും വലിയ വില അതിന് കൊടുക്കേണ്ടി വരും എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് നല്ലത്. ടി പി ചന്ദ്രശേഖരന്റെ സഹധർമ്മിണിയായ ബഹുമാനപ്പെട്ട നിയമസഭാ അംഗം കൂടിയായ ശ്രീമതി കെ രമ ഈ കാര്യത്തിൽ ഇതിനോടകം തന്നെ കടുത്ത പ്രതിഷേധവും ഉത്കണ്ഠയും അറിയിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഈ ഒരു നടപടി പ്രാവർത്തികമാക്കാൻ അനുവദിക്കുകയില്ല എന്നവർ ശപഥം ചെയ്തു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കോടതി വിധിയെ കാറ്റിൽ പറത്തുന്ന ഒരു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായിരിക്കാൻ പോലും അവകാശമില്ല. കോടതി അലക്ഷ്യമാണ് എന്ന ആരോപണവും എന്ന ആക്ഷേപവും പുറത്തു വന്നു കഴിഞ്ഞു. എന്തൊരു ധിക്കാരമാണ്, എന്തൊരു ഭരണകൂട ഭീകരതയാണ് ഈ കാണിക്കുന്നത്. ഇതിനാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മന്ത്രിയെ തെരഞ്ഞെടുത്ത് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്താക്കിയിരിക്കുന്നത്? തങ്ങളുടെ കക്ഷികളിൽപ്പെട്ട ആളുകളാണെന്നുള്ള ഒറ്റ കാരണത്താൽ കൊലക്കേസ് പ്രതികളെയും ക്രിമിനൽ കേസിൽപ്പെട്ടവരെയും ഒക്കെ യഥേഷ്ടം സമൂഹത്തിൽ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അങ്ങനെ ഒരു വെല്ലുവിളി നടത്താൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാരിനും അവകാശമില്ല എന്നത് തിരിച്ചറിയാൻ വൈകിപ്പോകുന്നുവെങ്കിൽ അതിനും വലിയ കടുത്ത വില കൊടുക്കേണ്ടിയായി വരും എന്ന കാര്യത്തിലും ആർക്കും ഒരു സംശയവുമില്ല. ഇവിടെ 2 തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 6 മാസം കഴിയുമ്പോൾ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരെ ഒരു കാരണവശാലും ജനങ്ങളുടെ പ്രതിയാക്കുവാൻ പൊതുസമൂഹം തയ്യാറെടുക്കുകയില്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയെങ്കിലും കാണിക്കുന്നില്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന പതനം വളരെ വലുതായിരിക്കുമെന്ന് പറയേണ്ടതില്ല. ആകെ കൂടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഇന്ത്യയിൽ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ആകെ ഇതിന് 10 പേരുള്ളത് കേരള സംസ്ഥാനത്താണ്. അവരും ചരിത്രത്തിന്റെ ഭാഗമായി മറയുന്നെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇപ്പോഴത്തെ നേതൃത്വത്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ പാർട്ടിയെ ഈ ഒരു പ്രതിസന്ധിയിലാക്കി പൊതുസമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വിവേകമില്ലാത്ത നേതാക്കന്മാർ ശ്രമിക്കുമെങ്കിൽ ആ പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള അപജയം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ. അങ്ങനെ ഒരു സാഹസത്തിന് ഇനിയെങ്കിലും ഭരണകർത്താക്കൾ മുതിരരുത് എന്നതാണ് പൊതുസമൂഹത്തിന് പറയാനായിട്ടുള്ളത്. കൊലക്കേസ് പ്രതികളെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കോടതി വിധിയെ അവഗണിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് യഥേഷ്ടം ഇറക്കി വിടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ജനം തീർച്ചയായും പ്രതികരിക്കും, ചോദ്യം ചെയ്യും, കോടതികൾ ഇടപെടും,
കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുകൂടി വേണം ഈ പ്രവർത്തികളിലൂടെ കരുതേണ്ടതും മനസ്സിലാക്കേണ്ടതും.